അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല? അൽഹംദുലില്ലാ നമുക്കിവിടെ സുഖമായി പോണു. അപ്പോൾ അത് യാത്രയിൽ തന്നെ കേട്ടോ. ആദ്യം പോണത് മഞ്ഞക്കുളം പള്ളിക്കൊക്കെയാണ്. അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളിടത്തൊക്കെ പോണത്. ആ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം. അങ്ങനെ നമ്മൾ മഞ്ഞക്കുളം പള്ളിക്ക് എത്തിയിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് യാത്ര പോകണുള്ളൂ. ചോറൊക്കെ പൊതിയാക്കി വെച്ചിരുന്നത് നിങ്ങൾ കണ്ടില്ല. എല്ലാവരും നമ്മൾ ചോറ് കൊടുന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ആകട്ടെ ഞങ്ങൾ കൊടുന്നിക്കണം. അങ്ങനെ പലരും പലതുമായിട്ടാണ് കൊടുന്നിക്കണം. ഓരോ ഫാമിലിക്കുള്ളത് ഓരോ ഫാമിലി ഭക്ഷണം ഉണ്ടാക്കി കൊടുന്നിക്കണം. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇവിടെ നല്ല സൗകര്യം കണ്ടു. അപ്പോൾ ഇവിടെ നല്ല നിരത്തി വെച്ച് നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെയൊക്കെ വന്നിരുന്ന് ചോറ് തിന്നുമ്പോൾ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ പൊതിയാക്കിക്കാണ്. എന്നാൽ പിന്നെ നമുക്ക് ആ വേസ്റ്റ് വലിച്ചെറിയും. നമ്മൾ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴുകാൻ പോകണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഞാൻ എൻ്റെ ചോറിൻ്റെ പൊതി ഒന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. വാഴൻ്റെ ഇല ഇങ്ങനെ വാട്ടി പൊതിഞ്ഞുണ്ടാക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. യാത്രയിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചോറ് തിന്നണതും ചായ കുടിക്കണതൊക്കെ. അപ്പോൾ പാകത്തിനുള്ള ചോറാണ്. അപ്പം നല്ല ബിരിയാണി കോഴി ബിരിയാണിയാണ് കേട്ടോ വെച്ചിരിക്കണത്. അപ്പോൾ അച്ചാർ വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഉള്ളി ഉണ്ടാക്കി കൊടുന്നിരുന്നു. അങ്ങനെ ഇപ്പം തട്ടപ്പടെ ചോറുന്നു. ഉപ്പിയും ഷാലും മോനും ആങ്ങളാരൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് അപ്പുറത്താണ് ഇരിക്കണത്. അപ്പോൾ കുട്ടികൾക്കാണ് ചോറ് തിന്നാൻ ഭയങ്കര ഇടങ്ങേറ് കേട്ടോ. ഓൾക്ക് എത്ര കൊടുത്തിട്ടും കാര്യമില്ല. യാത്ര ആകുമ്പോൾ ഭക്ഷണമൊന്നും ഇങ്ങോട്ട് പോയി കിട്ടൂലല്ലോ. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഓരോ ഫോട്ടോ ഉണ്ടാക്കി ഇതാക്കുന്നുണ്ട്. അവിടെ കുറേ നേരം നിന്നു കേട്ടോ. ഭയങ്കര വിലയുണ്ട്. വില താങ്ങൂല. എനിക്ക് ഇങ്ങനത്തേനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് ഇവിടെ ഒരു മാള് കാണാണ്ട് അവിടെ പോയിട്ട് ചോറിൻ്റെ മേലൊരു ചായയൊക്കെ കുടിച്ചത് നല്ലതല്ല. അപ്പോൾ ഇപ്പം ചായ വേണോ വെച്ച് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് വേണ്ടവർക്ക് വെള്ളമൊക്കെ വാങ്ങി. അങ്ങനെ ഇവിടുന്ന് ഒരു പേന കണ്ടപ്പോൾ ഇത് എടുക്കാനാണ്. പക്ഷേ ഈ പേനക്കോല് പറഞ്ഞത് 20 ഉറുപ്പ്യാണ് കേട്ടോ. 20 ഉറുപ്പ്യക്കൊന്നുമില്ല, മുതലില്ല. ഇതിന്മേൽ കോടാലി പോലെ ഇതുണ്ട്, അതന്നെ ഉള്ളൂ, അല്ലാത്തൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയില്ല. അതുപോലെ തന്നെ ബമ്മക്കുട്ടി എടുത്തു. 500 ഉറുപ്പ്യാണ് പറയുന്നതുണ്ടോ. 500 ഉറുപ്പ്യൊന്നുമില്ലല്ലോ നമ്മളവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മലമ്പുഴ എത്തിയിട്ടുണ്ട്. മലമ്പുഴയൊക്കെ കയറിയാലുണ്ടല്ലോ വേറൊരു വൈബാണ്. തോനെ കാണാനൊന്നുമില്ല, എന്നാലും നല്ല കാറ്റ് കൊണ്ടിരിക്കുക. ഇവിടെ ഞങ്ങൾ എത്തിയത് ഒരു 5 മണിക്കാണ് തോന്നുന്നു കേട്ടോ. 5 മണിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ എപ്പോഴാണ് ഇറങ്ങണത് വെച്ചാൽ 8 മണി വരെ നമ്മളിതിൻ്റെ ഉള്ളിലാണ്. പക്ഷേ കുട്ടികൾക്ക് കളിച്ചാൽ നല്ല ഉണ്ട് സാധനങ്ങളൊക്കെ. നമുക്കിങ്ങനെ കണ്ടിരിക്കാമല്ലോ. അങ്ങനെ കുറേ നടന്നിങ്ങനെ പോകാമെന്നല്ല. കുറച്ച് ചെടിത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വല്ലാതെ ഒന്നുമില്ല. ഇവിടെയും കുറേ കളി സാധനങ്ങളും കാര്യങ്ങളും ഉണ്ട്. മക്കൾ ഇതിൻ്റെ ഇരുന്ന് പോകുന്നില്ല. ഈ ടെഡി ബിയറൊക്കെ വാങ്ങാനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വില ചോദിച്ചപ്പോൾ താങ്ങണില്ല. അപ്പോൾ അതവിടെ വെച്ചങ്ങാണ്ട് പിന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് പോന്നിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു. ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ. പിന്നെ റോപ്പോയിൽ കയറാൻ പോയിട്ടോ. റോപ്പേ കയറാൻ പോയപ്പോൾ എല്ലാവർക്കും പേടി. ചിലവരൊക്കെ കയറി, ചിലവരൊന്നും കയറിയില്ല കേട്ടോ. ഞാൻ അങ്ങനത്തേൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ കയറിയിട്ടില്ല. എനിക്ക് ഭയങ്കര പേടി തോന്നി. അപ്പോൾ കയറൊന്നും ചെയ്തില്ല. അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒന്നും ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണ്ടല്ലോ. അതൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ കാറ്റ് കൊണ്ടിരിക്കുക അത്ര തന്നെ ഉള്ളൂ. അല്ലാത്തൊന്നും ഞമ്മക്കായി തോന്നിയില്ല. പിന്നെ ഞാൻ പെരുന്നാളായിട്ട് നല്ല ആൾക്കാരുണ്ടോ മലമ്പുഴയിൽ. കാരണം ഇതിക്ക് പൈസ ലേസെന്തോ പൈസ കൊടുത്ത് കയറാം. പിന്നെ ഇതിനുള്ളിൽ കയറി ഓരോന്നിൽ കയറണമെങ്കിലും വേറെ പൈസ കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലവരൊക്കെ കയറുന്നുണ്ട്. അപ്പം ഞാൻ മേലെ ഡാമിൻ്റെ അടുത്ത് നിന്നിട്ട് അടിയിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. പിന്നെ കുറേ ബുഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളൂ, വേറെ ഒന്നുമില്ല. ബുഷ് കൊണ്ട് വെട്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് നല്ല രസമുണ്ട്. അത് പിന്നെ ഇപ്പം അടുത്ത് ചെയ്ത വർക്കാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആങ്ങളുണ്ടായിക്കൂടെ അങ്ങനെ പോകണം. ഉമ്മ നടന്ന് കുഴങ്ങിക്കൊണ്ട് ഉമ്മ അവിടെ ഇരിക്കുകയാണ്. ഉമ്മാനോട്ടൊക്കെ എവിടേക്കെങ്കിലും പോയാൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുട്ടികളെ പാർക്ക് ഉണ്ടായിക്കാണ് കയറിയാൽ നമുക്കൊരു ഭാഗത്ത് ഇരിക്കുകയും ചെയ്യുക, കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ചെയ്യുക. അത് പിന്നെ നല്ലോണം ഉണ്ട് കേട്ടോ. യന്ത്രൂഞ്ഞാലായിട്ടും ഈ ഉരുസണ സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികളോട് അവിടെ ഇരുന്ന് കളിച്ചോളി. ഇവിടെ മക്കൾ ആടുന്നുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് നമ്മൾ വരുന്ന വൈക്കുന്നുണ്ട് ഒരു ഐസ്ക്രീം, ഇളനീൻ്റെ ഐസ്ക്രീം. അടിപൊളി ഐസ്ക്രീം ആട്ടോ. 50 ഉറുപ്പ്യ കൊടുത്താലും അതിനുള്ള മുതലുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഐസ്ക്രീം. ഞാൻ പറയും ചെയ്തു ഇങ്ങനത്തെ ഒന്നും പാടെ നമുക്ക് വാങ്ങായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ 8 മണിക്കാട്ട് അടക്കുക. അപ്പോൾ ആ സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറുന്നത്. അപ്പോൾ യാത്ര ആകുമ്പോൾ നമുക്ക് നിസ്കാരം ജമ്മും കസറൊക്കെ ആക്കി നിസ്കരിക്കാം. നിസ്കാരം കളാക്കാതിരുന്ന അത്രയും നല്ലതാണ്.
അപ്പോൾ ഇവിടെ എല്ലാവരും ഇതാ കൂടി ഇരുന്ന് നിസ്കരിക്കുക. നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എല്ലാവരും നിസ്കാരക്കുപ്പായം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നല്ല സുഖമായി ഇവിടെ നിസ്കരിച്ചു. പിന്നെ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. അതുപോലെ തന്നെ രാത്രിയിലും ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഓരോ മുട്ടായിയൊക്കെ വാങ്ങി. ഭയങ്കര വിലയാണ് കേട്ടോ എന്ത് സാധനത്തിനും. അങ്ങനെ ഈ ഒരു സാധനം 10 റുപ്യക്ക് 10 എണ്ണം പറഞ്ഞുകൊണ്ട് അത് വാങ്ങിക്കണു. അത് നല്ല ടേസ്റ്റ് തോന്നി. മക്കളൊക്കെ ഇവിടെ ഇരുന്ന് തിന്നണു. അപ്പോൾ അതിനിങ്ങനെ തല്ല് കൂടുകയാണ് കേട്ടോ. ദാഹവും കാര്യങ്ങളൊന്നും ഇവിടെ വന്നാലില്ല. കാരണം നട്ടുച്ചല്ലല്ലോ. ഇപ്പോൾ കാറ്റുണ്ടാകുമ്പോൾ നമുക്ക് അത്ര ദാഹം തോന്നൂല. പിന്നെ ഞങ്ങളിത് ഇവിടുന്ന് രാത്രിയിലാണ് കേട്ടോ പോണത്. രാത്രിയിൽ ഞങ്ങൾ വണ്ടിക്ക് കയറാൻ പോവാണ്. ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഭക്ഷണം കഴിക്കണം. അതും ഈ പറഞ്ഞമാതിരി രാത്രിക്കുള്ളതും ഞങ്ങൾ കൊടുന്നിട്ടുണ്ട്. സൗകര്യം കിട്ടുന്നിടത്ത് വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലാത്തൊന്നുമില്ല. എന്തേക്കണോ ഏതേക്കണോ ഒന്നും അറിയില്ല. ഞങ്ങളെങ്ങനെയാലും രാത്രിക്കുള്ള ഒന്നും കൊടുന്നിട്ടില്ല കേട്ടോ. ഇബലൊക്കെ എടുത്തതിന് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാലോചിച്ചിട്ട് വരികയാണ്. അങ്ങനെ എല്ലാവരും ഇതവിടെ എത്തിയിട്ടുണ്ട്. ബസ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ് നിർത്തിയിട്ടൊന്നും ബസ്സിൽ കയറൂല കേട്ടോ. ഭയങ്കര ചൂട്. അതുപോലെ ബസ് ഓടുമ്പോൾ അത്ര പ്രയാസമില്ല. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങളൊരു 9 മണി 10 മണിയൊക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വണ്ടി സൈഡാക്കി കുറേ നേരം വെങ്ങിയാൽ നമ്മളെ എന്താ കൊടുന്നതൊക്കെ നാശമാവും. രാവിലെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചതല്ല. അങ്ങനെ പൊറാട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, അതുപോലെ തന്നെ ബ്രെഡ് വാങ്ങിയിട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിങ്ങാണ്ട് ഇതാ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ട്. പള്ളം നിറച്ച് തിന്നിട്ടാണ് പിന്നെ യാത്ര. അങ്ങനെ അതെല്ലാവരും തിന്നിട്ട് മക്കൾക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഏത് പഴിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭക്ഷണവും നമുക്ക് നല്ല രസമായി. കാരണം അപ്പോൾ കറിയൊക്കെ ഏകദേശം ഒക്കെ ഇതായിരുന്നു. പിന്നെ ചോറ് വെറും ചോറ് കൊടുന്നോലുണ്ട്. നമ്മളെങ്ങനായാലും പത്തിരിയാണ് കേട്ടോ തിന്നത്. അങ്ങനെ ഇതാ ബസ് ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇപ്പം ഞങ്ങളെങ്ങനായാലും തഞ്ചാവൂർ പള്ളിക്കാണ് ഈ നേരത്തിൽ. എപ്പോൾ വെച്ചാൽ രാവിലെ ഇപ്പം ഈ ഒരു വീഡിയോ കേട്ടോ. രാവിലെ തഞ്ചാവൂർ പള്ളിക്ക് എത്തിയിട്ട് ഇവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ. പിന്നെ എഡിറ്റിങ്ങിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കട്ടെ. ഇൻഷാ അള്ളാ നമുക്ക് വന്നിട്ട് നല്ല നല്ല വീഡിയോ ഇടണം. പറ്റുമെങ്കിൽ ഇനി ഇതുപോലെയൊക്കെ ഡെയിലി വീഡിയോ ഇടാൻ നോക്കണം എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.